കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഒരുപാട് റൈഡുകളൊക്കെ ഈ തവണ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. കാരണം നിലവിൽ നമ്മൾ കാണാത്തതായിട്ടുള്ള ഒരുപാട് റൈഡുകളൊക്കെ നിലവിലുണ്ട്. കുട്ടികൾക്ക് തന്നെയാണെങ്കിൽ ബോൾ പൂൾ എന്നൊക്കെ പറഞ്ഞ റൈഡുകൾ ഇതൊന്നും നമ്മൾ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. അതൊക്കെ ഇവിടെ ഈ ഒരു എക്സ്പോയിൽ അല്ലെങ്കിൽ ഈ ഒരു മണപ്പുറത്ത് അതിൻ്റെ കാഴ്ചകളൊക്കെ കൂടുതലായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആലുവിലാണ്. ആലുവ ശിവരാത്രി മണപ്പുറത്താണ് കേട്ടോ. അപ്പോൾ 2025 ശിവരാത്രിയുടെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വരുന്ന ആരെയും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അത് മാത്രമല്ല ആലുവക്കാർക്ക് ഇനി ഏകദേശം ഒരു 40 ദിവസത്തോളം ഉറക്കമില്ലാത്ത രാത്രികളാണ് കേട്ടോ. പലയധികം കച്ചവടങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ മണപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകണ്ട. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അത്ര തിരക്കാണ് ഫീൽ ആണല്ലോ. ഇപ്പോൾ നമ്മൾ 3ാമത്തെ ദിവസം വരുന്നത്. പക്ഷേ നിലവിൽ അത്ര തിരക്കൊന്നും തോന്നുന്നില്ല കേട്ടോ. അതിന് തവണ വരുമ്പോൾ ഇവിടെ കാലെടുക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ വേറൊരു ബോർഡ് കാണാം. ഇത് ശരിക്കും ഒരു വെൽക്കം വെച്ചുകൊണ്ട് ഇവിടെ ഒരു 2ാമതൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആലുവ മുനിസിപ്പാലിറ്റി. അപ്പോൾ അത് ഈ തവണ ശരിക്കും കൂടുതൽ സ്ഥലത്ത് ഇതുള്ള കാർപ്പറ്റെല്ലാം വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊടിശല്യം വളരെ കുറവാന്ന് തന്നെ പറയട്ടെ. ഈ ഭാഗത്ത് പക്ഷേ തിരക്ക് സത്യത്തിൽ കുറവാണ്. കഴിഞ്ഞ തവണയൊക്കെ ഞാൻ വന്ന സമയത്ത് നമുക്ക് ഇവിടെ അടുക്കാൻ പോലും പറ്റുന്നില്ല, അത്ര തിരക്കുകളുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ ഒട്ടും തിരക്കില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നല്ലേ, കണ്ടോ? പക്ഷേ വേറെ പ്രത്യേകത വെച്ചിട്ടല്ലേ, ഈ വർഷം 1ാമത്തെ ദിവസം മുതൽ തന്നെ കുറേ അധികം ആക്ടിവിറ്റീസ് ഇവിടെ നിലവിലുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഇവിടെ അവർക്ക് എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സ്റ്റോളുകളൊക്കെ ഈ നിലവിൽ ഈ സ്ഥലമുണ്ട് കേട്ടോ. അതെ, കുറേ ബോംബെ ഫാഷൻ, പിന്നെ ഏതെടുത്താലും 10 രൂപ 20 രൂപ അങ്ങനെയുള്ള കുറേ അധികം ഷോപ്പുകൾ ഉണ്ടോ. പേരെടുത്തേക്കുണ്ട്, അരിമണിയിൽ പേര് എഴുതുന്നത്. ഇത് 2 ചെയിൻ വീലാണ് ഈ തവണ കറങ്ങണം കേട്ടോ. അതെ ഉണ്ടോ, നിലവിൽ 2 ഉണ്ട് നിലവിൽ.
ഈ ഭാഗത്ത് കുറേയധികം സ്നാക്സ് അതുപോലെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സമൂസ അങ്ങനെയുള്ള ഐറ്റംസ്, പാനിപൂരി അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കുറേയധികം ഷോപ്പുകൾ ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ പൊതുവെ തിരക്ക് കുറവാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കണ്ടത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വീഡിയോ കണ്ടാൽ മനസ്സിലാവും, വലിയ തിരക്കൊന്നുമില്ല നിലവിൽ. അത് എന്താണെന്ന് കറക്റ്റായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വെക്കേഷൻ ആയിട്ടില്ലോ, എക്സാം നടക്കുന്നുണ്ട്. പിന്നെ അതുകൂടെ നാളെ നോമ്പ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം സത്യത്തിൽ ആൾ കുറവാണ്. ഇനി വരും ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് കണ്ടറിയണം. ഒരു സാറ്റർഡേ ആയിട്ട് പോലും സത്യത്തിൽ തിരക്ക് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫാമിലി ഏരിയ എന്ന് തോന്നുന്നു. കാരണം കുറേയധികം ഫാമിലി ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബോർഡ് കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് കാണാം. പിന്നെ ജെയിൻവിയിൽ 2 ഉണ്ട്, കഴിഞ്ഞാണ് ഒരെണ്ണം നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറേയധികം ചെറിയ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഏരിയ ഉണ്ടോ? കണ്ടോ, ചെറിയ കുട്ടികളുടെ ഏരിയയാണിത്. മ്യൂസിക് ചെയറാണ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് കേട്ടോ. ഈ ഗെയിമും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട്, അതുപോലെ കുറേ ആക്ടിവിറ്റീസും റൈഡുകളെല്ലാം കൂടുതലുള്ള കാരണമാണ് ഈ ഭാഗത്ത് കൂടുതൽ തിരക്ക് വരുന്നത്. ചെറിയ ട്രെയിൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു വഞ്ചിയുണ്ട്, വലിയൊരു വഞ്ചിയുണ്ട്. നമുക്കിവിടെ കാണാം, നൈസായിട്ടുണ്ട്. ഇതിനകത്ത് നല്ല എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ കയറാൻ പേടിയായതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ തന്നെ കയറിയത്. ജെയിൻവിലും അത് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കുട്ടികളുടെ റൈഡ് ഇവിടെ കാണാം നമുക്ക്. ജെയിൻവിലാണ് ഇപ്പോൾ കാണുന്നത്. ഈ കാണുന്നത് 2ാമത്തെ ജെയിൻവിലാണ്. അതിനിടയ്ക്ക് കയറി കുറേയധികം കുട്ടികൾക്ക് ശരിക്കും എൻജോയ്മെൻ്റ് ആയിരിക്കും. കുറേയധികം റൈഡുകളുണ്ടല്ലോ പിള്ളേർക്കെല്ലാം. ഗുണാക്കേവ് ഇവിടെ ഉണ്ട് കേട്ടോ, മണപ്പുറത്തുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ തവണ കയറാനില്ല. ഓൾറെഡി കണ്ടിട്ടുള്ളത് തന്നെയാണ് ഗുണാക്കേവ്. അതായാലും മതി. അപ്പോൾ പാടാനുള്ളവർ കടന്നു വരണം. നിങ്ങളുടെ പാട്ടുകൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് വൈറലാക്കാം. അങ്ങനെ പാടും. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ആന, കുതിര, സിംഹം, പുലി, കരടി, കാട്ടുപോത്ത്, കിങ് കോബ്ര, പുള്ളിമാൻ ഇവയുടെ കൂടെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ഫോട്ടോ. ഗോസ്റ്റ് ഹൗസാണ് ആൾക്കാർ കയറുന്നുണ്ട്. ഗോസ്റ്റ് ഹൗസ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും
അപ്പോൾ നിലവിൽ കുറേയധികം റൈഡുകളൊക്കെ ഇതുപോലെ തന്നെ കുറേ കൂടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ കണ്ടത് കൂടാതെ ഇപ്പോൾ ഇതുപോലെ തന്നെ ഗുണ കേവ്, ഗോസ്റ്റ് ഹൗസ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നിലവിലൂടെ കാണാം. എന്തായാലും വെറൈറ്റിയാണ് ഇത്തവണ മണപ്പുറം തന്നെ പറയാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ബോൾ പൂൾ എന്നുള്ള സംഭവം ഞാനിപ്പോൾ ഈ അടുത്താണ് കാണേണ്ടത്. വേറെ എങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രേഡിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രോഗ്രാം അതൊരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇങ്ങനെ ബോർഡും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ ഒരു ട്രേഡിലും കണ്ടിട്ടില്ല. അതൊരു പുതിയൊരു ഇതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഫാമിലി ഗെയിമുകളുണ്ട് കേട്ടോ. നിലവിൽ കുറേയധികം റിങ്, പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്സുകളൊക്കെ, ഇതൊക്കെ ശരിക്കും പഴയകാല ഗെയിമുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആരെങ്കിലുമൊക്കെ എറിയണ്ടെന്ന് നോക്കട്ടെ. ആ കിട്ടിയല്ല, സോപ്പ്. അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി എന്തെങ്കിലും സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യമായിട്ട് മരണക്കിണറിലൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വരെ പോകാം. അവിടെ മറ്റേ കാറുകളും അതുള്ള കാര്യങ്ങളെല്ലാം അവിടെ റൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ വരെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. മാരുതി കാറിന്റെ ഡോറൈ തുറന്ന് കാറിന്റെ മുകളിൽ ഇതേപോലെ ഇരുന്ന് കിടന്ന് തിരിഞ്ഞു മടങ്ങി അഭ്യാസം ചെയ്ത് കാണുന്ന യുവതികൾ ഹൈവേ റോഡിലല്ല, മരത്തിന്റെ ചുമലിൽ ചെയ്ത് കാണുന്ന സർക്കസ് അഭ്യാസങ്ങൾ. കണ്ടുകൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന പ്രവേശനമാണ്. കാണിക്കുക കലവിലങ്ങളെ മണിയെ എങ്ങനെ കേട്ടി കാണിക്കുക. ആദ്യ ഷോറൂമിൽ വന്നവർ അന്വേഷിക്കുക. ഇവിടെയാണ് മരണക്കിണറിൽ കണ്ടതിന് ശേഷം അടുത്ത പരിപാടിയിലോട്ട് പോവാം. ഇവിടെ മേളിൽ ഗാലറി ഉണ്ടല്ലോ. അപ്പോൾ ഈ കാണുന്ന കാറുകളൊക്കെയാണ്. ഇപ്പോൾ നിലവിലൊരു 3 കാറുകളും 3 ബൈക്കും നമ്മളിവിടെ കാണുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് നോക്കാം. കുറച്ചിന് മേളിൽ ഇവിടെ നല്ല ഏരിയ ഉണ്ട്. ഞാൻ മേളിൽ കൂടി 2 വീഡിയോ എടുത്ത് വരുന്നത്. നമ്മള് മലപ്പുറത്ത് മരണക്കിണറിലാണ്. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. ഒരു 3 കാറും അതുപോലെ തന്നെ 3 ബൈക്കും 4 ബൈക്കും ഉണ്ട് കേട്ടോ. ഒരു കെട്ട് ആളുകളാണ് ഇപ്പോൾ ഈ ഒരു ക്രിയേറ്റിവിറ്റി, അവരുടെ ക്രിയേറ്റിവിറ്റി പറയാം. സത്യം പറഞ്ഞാൽ കൈകാര്യം പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ
കേട്ടോ. 6 ബോളുകൾ കൊണ്ട് 36 പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയും കിട്ടും. നമ്മുടെ ചാനലിന് വേണ്ടി ഒന്ന് തന്നെ 10 ഉണ്ട്. അയ്യോ പോയിന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ വന്നാലും ഒന്നിലേ വീഴുള്ളൂ. അപ്പോൾ ഇതിനകത്ത് 18 വേണം. പക്ഷേ ഇതിനകത്ത് കുറേ ഒന്നുള്ള 8ൻ്റെ പണിയാണ് അവർ രക്ഷിയില്ല. ആ കാശ് പോയി. സത്യം പറഞ്ഞപ്പോൾ ഈ സമയത്ത് ഭയങ്കര തിരക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നതിനെക്കാട്ടി തിരക്ക് കൂടുതൽ. ഇപ്പോൾ ഏകദേശം ഒരു 8:30 ആയി. അതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. സോഫ്റ്റ് ബോൾ ഉണ്ട് ഈ ഭാഗത്ത്. സോഫ്റ്റ് ബോൾ അത് കുട്ടികൾക്ക് എവിടെ നോക്കിയാലും എൻജോയ്മെൻ്റ് ആണ്. സോഫ്റ്റ് ബോൾ ഈ ഒരു ഭാഗത്തിട്ടുണ്ട്. അഭ്യാസം